മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയിലൂടെയാണ് അർത്ഥസഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥ. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ?
രീതിയിലുള്ള എന്തുണ്ട് ശ്വാസനാളമുണ്ട്. അത് ശ്വസനിയാകുന്നു. ശ്വസനി ശ്വാസകോശമാണിത്. ശ്വാസകോശത്തിലേക്ക് അടുത്തിട്ട് എന്തായിട്ട് മാറുന്നത് ധാരാളം ബ്രാഞ്ചുകളുണ്ടാകും, ശാഖകളായി തിരിയുന്നത്. അതിനെ നമുക്ക് എന്ത് പറയാം?
പശ പോലെയുള്ള മൂത്രസും രോമങ്ങളും വായുവിനെ വീണ്ടും വലിച്ചെടുക്കും. അപ്പോൾ എത്ര ശുദ്ധമായ വായുവാണ് അകത്ത് പ്രവേശിക്കുന്നത് എന്ന് ഒന്ന് നോക്കൂ. ശരീരത്തിന്റെ അത്ഭുതകരമായ കഴിവ് ഇവിടെ നാം കാണും. ശ്വാസനാളം പിന്നെ രണ്ടായി പിരിയും. അത് ഇരുവശങ്ങളിലുമുള്ള ശ്വാസകോശങ്ങളിലേക്ക് പ്രവേശിക്കും. ഓരോ ശ്വാസകോശത്തിലും ഇവ അനേകം ഉപശാഖകളായി പിരിയും. അങ്ങനെ പിരിഞ്ഞ ഏറ്റവും ചെറിയ ശാഖയുടെ അറ്റം ഒരു അറയിൽ ചെന്നാണ് അവസാനിക്കുന്നത്. ഈ അവസാന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ആൽവിയോലി. മൂക്കിലൂടെ കടന്നു വന്ന വായു ഇവിടെ എത്തിക്കഴിയുന്നു. എന്ത് സംഭവിക്കുന്നു? അറക്കുള്ള പോലെ വീഴുന്നു. ശരി, എന്നിട്ടോ ഈ അറയുടെ മുകളിൽ പതിഞ്ഞിരിക്കുന്ന ചെറിയ ട്യൂബുകളുണ്ട്. ഇത് ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുവന്ന രക്തക്കുഴലുകളാണ്. എന്തിനാണ് അവ ഇവിടെ ഇരിക്കുന്നത്? ഹൃദയത്തിൽ നിന്നും കൊണ്ടുവന്ന രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കൂടുതലുണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ അറയിലേക്ക് തള്ളും. എന്നിട്ട് അവിടെയുള്ള ഓക്സിജനെ കുഴലിലേക്ക് കടത്തും. എന്നിട്ട് വീണ്ടും രക്തം ഒഴുകുന്നു. ഇവിടെ കാണുന്നറിയാമോ? വീണ്ടും ഹൃദയത്തിലേക്ക് തന്നെ. അങ്ങനെ അറയിലെത്തിയ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിന്നും തിരിച്ച് ഇതിലൂടെ നേരെ പുറത്തേക്ക്. ഞാൻ പുറത്തായല്ലോ എന്ന വിഷമമൊന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് വളരെ ആവശ്യമുള്ള മറ്റൊരു കൂട്ടരുണ്ട്. ആരാണ് അവർ? സസ്യങ്ങൾ. മറ്റൊരു മഹത്തായ ദൗത്യവുമായി കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് പോകും. സസ്യങ്ങളെ ആഹാരം ഉണ്ടാക്കാൻ സഹായിക്കുക എന്ന ധാരാളം രോമങ്ങളുണ്ട് അല്ലേ? രോമങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അവിടെ പശ പോലത്തെ മ്യൂക്കസും ഉണ്ട്. അപ്പോൾ നാസാദ്വാരത്തിലൂടെയാണ് വാതക വിനിമയം അകത്തേക്കും പുറത്തേക്കും ഉള്ള വാതകം അകത്തേക്ക് പോകുന്നത്. നാസാദ്വാരം വഴിയാണ്. അതിനുശേഷം നാസാഗഹ്വരത്തിലെത്തുന്നു. നാസാഗഹ്വരത്തിലെത്തുമ്പോഴത്തേക്കും അതിലെന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാസാഗഹ്വരമാണ് നാസാദ്വാരത്തെയും ഗ്രസനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ് നാസാഗഹ്വരം. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തുന്നു ശ്വാസനാളിയിലേക്ക് എത്തുന്നു അല്ലേ? ശ്വാസനാളിയിലെ സി ആകൃതിയിലുള്ള തരുണാസ്ഥികളാൽ ചുറ്റപ്പെട്ട നീണ്ട കുഴലുകളാണ് ശ്വാസനാളം. ആ തരുണാസ്ഥികൾ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് അതിങ്ങനെ ബലപ്പെട്ട് നിൽക്കുന്നത്. ബലപ്പെട്ട് നിൽക്കുകയും അത് സദാസമയം ഓപ്പൺ ആയിരിക്കുകയും ചെയ്യുന്നത്. ഒരു ബലയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കുഴലിങ്ങനെ ചുരുങ്ങിപ്പോകും അല്ലേ? അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ തരുണാസ്ഥികൾ അതിനാണ് സഹായിക്കുന്നത്. അതിനുശേഷം നമ്മൾ ശ്വസനിയിലേക്ക് വരുന്നു. ശ്വസനിയിൽ വരുമ്പോഴത്തേക്കും എന്താണ് പ്രത്യേകത? ശ്വസനിയിൽ വരുമ്പോഴത്തേക്കും അവിടെയും എന്തുണ്ട്? തരുണാസ്ഥികളുണ്ട്. ആ ശ്വസനിയിൽ നിന്നാണ് ശ്വാസകോശത്തിലേക്ക് അടുക്കുമ്പോഴത്തേക്കും ധാരാളം
ഉദരാശയം എന്ന് വെച്ചാൽ എന്താണ്? താഴത്തേക്ക്. ഔരസാശയം എന്ന് വെച്ചാൽ എന്താണ്? മുകളിലേക്ക്. അപ്പൊ ഡയഫ്രത്തിന്റെ മുകളിലേക്കാണ് ഔരസാശയം ഉള്ളത്. അവിടെയാണ് നമുക്കറിയാവുന്ന നമ്മുടെ ഹൃദയവും ശ്വാസകോശവും ഒക്കെ ഉള്ളത് എവിടെയാണ്? ഡയഫ്രത്തിന്റെ മുകളിലാണ്, ഔരസാശയത്തിലാണ് ഉള്ളത്. ഉദരാശയത്തിലുള്ളത് എന്തൊക്കെയായിരിക്കും? ആമാശയം, ചെറുകുടല്, വൻകുടല്, കരള്, വൃക്കയൊക്കെ ഉള്ളത് എവിടെയായിരിക്കും? ഉദരാശയത്തിലായിരിക്കും. അപ്പൊ അവരെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പേശി നിർമ്മിത ആയിട്ടുള്ള പേശി നിർമ്മിത ഭിത്തിക്കാണ് എന്ന് പറയുന്നത് ഡയഫ്രം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ട്. അപ്പോൾ ശ്വാസകോശത്തെ പൊതുവെ സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലത്ത് എന്താ പറയുന്നത്? ശ്വാസനാള രണ്ടായിട്ട് തിരിയുന്നത്, രണ്ട് ശാഖകളാണ്. ആ ശാഖകൾക്ക് എന്താ പറയുന്നത്?
അയൽക്കൂട്ടത്തിന്റെ എന്താ ആന്റിബയോട്ടിക്സിന് തന്നെന്താ നോട്ടെടുത്ത് ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങൾ പ്രോത്സാഹനമായി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക.